മേലിൽ ഈ കുമ്പളങ്ങിയുടെ പരിപാടി ഇവിടെ കണ്ടുപോരുത്. മര്യാദക്ക് ഇതെല്ലാം വാരി വൃത്തിയായിക്കോണം. അമ്മ എവിടെ ഇങ്ങനെ വഷളാക്കുന്നത്? അതിനിപ്പോ നിങ്ങളുടെ തലയിലൊന്നും വീണില്ലല്ലോ, താഴെയല്ലേ വീണുള്ളൂ. എന്റെ തലയിൽ വീണിരുന്നെങ്കിലും. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. അതെ ഹിറ്റ്ലറെ, ഈ വൈകിട്ട് വരുമ്പോഴേ ഞാൻ ഇതിന്ന് ഒരെണ്ണം നമ്മുടെ ബെഡ്റൂമിലെ ഫാനില് കെട്ടിത്തൂക്കിയെടുത്തു. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. അമ്മേ, ഹിറ്റ്ലർ പോയോ? എടി, എന്റെ കുട്ടികളെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അവന്റെ കയ്യിൽ നിന്ന് തല്ല് കേട്ടോ, നോക്കിക്കോ. അമ്മയുടെ മോനെ ഞാൻ ഇവിടെ ഇട്ട് വട്ടം കറക്കാൻ പോവാ. അപ്പൊ നീ ശരിക്കും കുമ്പളങ്ങ ഫാനി കെട്ടി തൂക്കിടുവോ? പിന്നെ കെട്ടണ്ടേ? നീ കുറെ കെട്ടി പറ്റുമെങ്കിലേ നീ അവനെ ഒരു കൊച്ചിനെ പെട്ടി കാണിച്ചതാ. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കാം. അല്ലാതെ അവിടെ ഒരു കുമ്പളങ്ങ കെട്ടിത്തൂക്കുന്നു. ഈയിടെയായിട്ട് അമ്മയ്ക്ക് പ്രസവത്തിന്റെ തമാശ പറിച്ചിടിച്ചിരി കൂടുന്നുണ്ട്. നല്ല കുമ്പളങ്ങയായിരുന്നു. സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആ ദുഷ്ടന്റെ കള്ളത്തരങ്ങൾ പുറത്തറിയിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നാളെ ഇയാൾ പ്രിയയുടെ ജീവിതം നശിപ്പിക്കും. ഇയാൾ ഇത്രയും ക്രൂരനാണെന്ന് എല്ലാവരും അറിയണം. ഈശ്വര, എല്ലാം എഴുതാൻ എനിക്ക് ശക്തി തരണേ. പക്ഷേ എനിക്ക് നിന്നെ അങ്ങ് ബോറടിച്ചു. അതുകൊണ്ടാ ഞാൻ പ്രിയയെ കല്യാണം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചത്. ഡികെയുടെ ഈ അമരാവതി ഞാൻ തകർത്ത് തരിപ്പണാക്കാൻ പോവാ. അയാളുടെ ബലവും ബലഹീനതയെല്ലാം ഈ കുടുംബമാ. അത് ഞാൻ പൊളിച്ചടുക്കും. സ്വന്തം പേരിനും പ്രശസ്തിക്കും കോട്ടം തട്ടാൻ ഡികെ സമ്മതിക്കില്ല. കൂടെ നിന്ന് ചതിച്ചതിന് സ്വന്തം അനന്തരവന്മാരെ അയാൾ പുറത്താക്കും. ഡികെ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ഞെട്ടിയോ? ഈ ഡികെ ഇങ്ങനെയാ, അപ്രതീക്ഷിതമായി നമ്മളെ ഞെട്ടിച്ചു കളയും. അല്ല, എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നതെന്ന് തീരുമാനിച്ചോ? ഒരു വില്ല പ്രൊജക്റ്റാണ് സർ. അതിനുള്ള പ്രോപ്പർട്ടി നോക്കിയോ? യെസ് സർ. ആ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ആണ് വെരിഫിക്കേഷൻ ആയിട്ട് കൊടുത്തത്. ഓ, അപ്പൊ ഷുവർട്ടി ആ പ്രോപ്പർട്ടി തന്നെയാണല്ലേ? അതെ സർ. ഈ ഡോക്യുമെന്റ്സ് തന്നയച്ചത് ഡികെ തന്നെയല്ലേ? സർ, ഈ ഫയലിനൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രോബ്ലം?
ശരി, താൻ പൊയ്ക്കോ. ഓക്കെ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ സർ. ലോൺ തരുന്നതിന് വിഷമമൊന്നുമില്ല. എത്ര കോടി രൂപ വേണമെങ്കിലും ബാങ്ക് തരും. പക്ഷേ അത് ഈ ഡോക്യുമെന്റ്സിന്മേൽ പറ്റില്ല. അതെന്താ സർ? നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചോ? ഇല്ല സർ, പണം കൊടുത്ത് എഗ്രിമെന്റ് എഴുതി. നാളെ ആധാരം നടത്താന്നാ പറഞ്ഞിരിക്കുന്നത്. ആധാരം എഴുതാതെ പണം കൊടുത്തോ? അപ്പോ നിങ്ങൾ ശരിക്കും പറ്റിക്കപ്പെട്ടു. അപ്പൊ ഇത് DK തന്നയച്ച ഡോക്യുമെന്റ്സ് അല്ല അല്ലേ? അല്ല സർ, ഇത് ഞങ്ങൾ പലിശക്കെടുത്ത പണം കൊണ്ട് വാങ്ങിയ പ്രോപ്പർട്ടിയാ. ഓ, ഇത് DK വാങ്ങിച്ച ലാൻഡ് അല്ല സർ. അപ്പൊ DK എന്നെ വിളിച്ച കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നില്ല? ഇല്ല സർ. രാവിലെ ഇറങ്ങാൻ തുടങ്ങുമ്പോ ഇവരോട് ബാങ്കിൽ ചെല്ലണമെന്ന് മാത്രം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇതാ DKയുടെ ഒരു കാര്യം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം ലോൺ തരാൻ DK എന്നോട് പറഞ്ഞിരുന്നു. അത് ഈ പ്രോപ്പർട്ടിയുടെ ഷുവർട്ടിയിലല്ല, DKയാ ഞങ്ങളുടെ ഗ്യാരണ്ടി. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ബാങ്ക് തരും. ഷുവർട്ടി DK തരും. പക്ഷെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊടുത്ത പണം എങ്ങനെയെങ്കിലും തിരികെ വാങ്ങിക്കാൻ നോക്കുക. ആ പ്രോപ്പർട്ടി അവർ മറ്റു പലർക്കും വിറ്റതായി കേസുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് DKയോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? സർ, ദയവ് ഈ കാര്യം DKയോട് പറയരുത്. കടം വാങ്ങിയ ഞങ്ങൾ ഈ ലാൻഡ് വാങ്ങിച്ച. ഈ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ ആ കട എങ്ങനെ വീട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞാനായിട്ട് പറയുന്നില്ല, പക്ഷേ ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ DKയ്ക്ക് മാത്രമേ കഴിയൂ. ഇതിന്റെ പിന്നിലുള്ളവർ വലിയ ക്രിമിനൽസാ. എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ വില്ല പ്രോജക്റ്റിന് പുതിയ സ്ഥലം നോക്കിക്കോളൂ. എന്നിട്ട് അടുത്ത ദിവസം തന്നെ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യൂ. വിത്തിൻ 15 days ലോൺ ഞാൻ തന്നിരിക്കും. ഇത് എന്റെ ഉറപ്പല്ല, DKയുടെ ഉറപ്പാ. അപ്പോ ഓക്കെ, കാണാം. ശരി സർ. ശരി സർ. എന്താ നിനക്കൊരു വെപ്രാളം? എഴുന്നേക്കണോ? ഞാൻ സഹായിക്കട്ടെ? എടീ, DKയ്ക്കും നിന്റെ ഹൗസിലേക്ക് പോകാൻ സമയമായി. ഇന്ന് DKയ്ക്ക് ഒരു നഷ്ടത്തിന് ദിവസമാണ്. മക്കളും മരുമക്കളും ചേർന്നുണ്ടാക്കിയ വലിയ നഷ്ടം. ഇവിടെ ഒരു യുദ്ധം തുടങ്ങാൻ പോവാ. ഒരു പക്ഷത്ത് DK ഒറ്റയ്ക്ക്, മറുവശത്ത് മക്കളും മരുമക്കളും. അതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ 3.5 കോടി രൂപയും. ഈ കുടുംബത്തിന്റെ നാശം ഇന്ന് തുടങ്ങുക.
വെറും നാശമല്ല, സർവനാശം. നിനക്ക് കേട്ട സന്തോഷമില്ലേ? സ്റ്റോപ്പ് ഇറ്റ്. എന്തിനാ നീ ഇതിനകത്ത് കയറിയത്? അത് കൊള്ളാം, എന്റെ ഭാര്യയെ കാണാൻ. വയ്യാതെ കിടക്കുന്ന ഇവളുടെ മുമ്പില് കോമാളി വേഷം ആടിയാലുണ്ടല്ലോ, ഡീക്ക് നിന്നെ പിടിച്ച് പുറത്താക്കും. കാണണോ? ഡീക്കയുടെ പേരും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാനെന്ന് നോക്കണ്ട. ഇവളെ രക്ഷപ്പെടണമെന്നല്ല, എങ്ങനെയെങ്കിലും മരിക്കണമെന്നാണ് നിന്റെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, എത്ര ദുഷ്ടനായാലും ഇതുപോലൊരവസ്ഥയിൽ കിടക്കുന്ന ഭാര്യയോട് ഒരിറ്റ് ദയവെങ്കിലും കാണിക്കും. സമാധാനത്തോടെ മരിക്കാൻ കുറച്ചെങ്കിലും കാരുണ്യം കാണിക്കും. പക്ഷെ നിന്റെ ഈ ചിരി, എവിടെയോ എന്തോ ഒരുക്കി വെച്ച് അതിന്റെ നഷ്ടം കണ്ട് ആഘോഷിക്കുന്ന നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, ഇതിവളെ കരയിപ്പിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം നടത്തുന്ന നാടകമാ. നീ ഇവളെ കൊല്ലാൻ വന്നതാണോ? പേടിക്കണ്ട സൂര്യ, ഇവ നിന്നെ ഒന്നും ചെയ്യില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. എന്തൊരു ദയ. സത്യത്തിൽ നിന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് വിളിക്കേണ്ടത്. രോഗിയെ പരിചരിക്കുന്ന കാര്യത്തിൽ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ ആരും. പക്ഷേ എത്ര കാലം? ഇവളുടെ ജീവിതകാലം മുഴുവൻ. എന്റെ സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. എനിക്കറിയാം നീ അത് ചെയ്യും. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഒരു ജോലിക്കാരിയെ പോലെ നീ ഇവിടെ കിടന്ന് നരകിച്ചു മരിക്കും. എന്തായാലും ഡീക്കെ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. ശിഷ്ടകാലം ഇവളുടെ ആയിട്ട് നിനക്ക് ജീവിക്കാം. നിന്നെ പോലൊരു മൃഗത്തിന്റെ കയ്യിൽ നിന്ന് ഇവളെ രക്ഷിക്കുന്നതിലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ അതിൽ ദുഃഖിക്കുന്നുമില്ല. ഇവളെ മരണം വരെ നോക്കാൻ ഞാൻ തയ്യാറാ. മരണം അതെപ്പോ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇവൾക്ക് മുൻപേ മരിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ. പേടിക്കണ്ട, ഞാനുണ്ട്. അവൻ നിന്നെ ഉപദ്രവിക്കില്ല. ഞാനത് ഏറ്റു. ഓളെ സമാധാനമായിട്ട് കിടക്ക. DKയെ നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നമുക്ക് ലോൺ തരാൻ DK മാനേജറോട് പറഞ്ഞിരിക്കുന്നു, അതും DKയുടെ ഷുവർട്ടിയിൽ. ആ മാനേജർ ഇത് DKയോട് പറയുന്ന എന്റെ പേടി. ഉറപ്പായിട്ടും പറയും. അവര് തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ട്. അയാളായിട്ട് പറയില്ല എന്നല്ലേ ആ മാനേജർ പറഞ്ഞത്. തൽക്കാലം നമുക്കത് വിശ്വസിക്കാം, അല്ലേ? ബാലു, ആ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു വലിയ കെണിയില്ല നമ്മൾ പെട്ടിരിക്കുന്നത്. DK അറിയാതെ ബിസിനസ് ചെയ്ത് വളരാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. DKയുടെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രജിസ്ട്രേഷൻ കഴിയുന്നതിന് മുമ്പ് പണം മുഴുവൻ കൊടുത്തത് മണ്ടത്തരായിപ്പോയി. ആ പണം തിരികെ കിട്ടിയാൽ അത് സുന്ദരത്തിന് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. പക്ഷേ ആ ചന്ദ്രബാനെ നമ്മളെ ചതിച്ച നമ്മൾ കുടുങ്ങും. ആ ഡോക്യുമെന്റിന്റെ ആധികാരികത പോലും നമ്മൾ പരിശോധിച്ചില്ല. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞത് നിന്റെ അളിയൻ അവിനാശ. എന്റെ ഏട്ടൻ നമ്മളെ ചതിക്കാൻ കൂട്ടുവെക്കുന്നാണോ ഗോകുല് പറയുന്നത്? എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടൊരു കാര്യമില്ല.
നിങ്ങൾ ആ പ്രോപ്പർട്ടി തന്നവനെ വിളിക്കേ. എടാ, ഫോണിൽ കൂടെ കാര്യം പറയണ്ട, ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞാൽ മതി. അയാൾ എടുക്കുന്നില്ലല്ലോ. എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അവന്മാര് വിളി തുടങ്ങി. ആ, അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ ചാടിക്കറിയ അവന്മാര് ഡോക്യുമെന്റ്സ് ബാങ്കിൽ കൊടുക്കുമെന്ന് ആരറിഞ്ഞു? താനല്ലേ പറഞ്ഞത് പ്രമാണം എഴുതി കഴിഞ്ഞ് ലോണിന് അവന്മാര് ബാങ്കിലേക്ക് പോകുന്നുള്ളത്? DKയുടെ കുട്ടികളെ ചിലപ്പോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ല. എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. കുന്തം വീണ്ടും വിളിക്കുന്നു. ബാങ്കിൽ ചെന്ന് ഡോക്യുമെന്റ് ഫേക്ക് ആണെന്ന് തോന്നിയപ്പം അവർക്ക് ചങ്കിടിപ്പ് തുടങ്ങി കാണും. ഓ, ആ ഫോണിനെ താൻ എടുക്കണ്ട. കുറച്ചു ദിവസം താൻ ഇവിടുന്ന് മാറിയെന്നേക്ക്. ഇനി ഞാനെന്നിറങ്ങി കളിക്കാം. അവന്മാരൊപ്പിട്ട ചെക്കും മുദ്രപത്രങ്ങളും കൊണ്ട് ഇപ്പൊ ഞാനൊരു കളി കളിക്കാൻ പോവാ. പഴയൊരു കണക്ക് DKയോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ആ പരമനാറി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. ഇതുപോലുള്ള ഉടായ്പകളാണല്ലോ നിന്റെ ആങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഏട്ടൻ ഇതൊന്നും അറിഞ്ഞു കാണില്ല. മിണ്ടരുത്. കൈ കിട്ടിയ നിന്റെ ആങ്ങള പോലീസാന്റെ മോന്തടിച്ച് പൊളിക്കും ഞാൻ. കേട്ടില്ല. എന്തായാലും അവിനാശനൊന്ന് വിളിച്ചു നോക്ക്. നോക്ക്. ഓ, താനെന്തോ ഇനിയിപ്പൊ പറയാൻ പോന്നെ? കേട്ടോ? ഹലോ ഗോകുൽ, എന്തായി? ലോണൊക്കെ ആയല്ലോ അല്ലേ? അളിയാ, അവന്മാര് നമ്മളെ ചതിച്ചു. അത് ഫേക്ക് ഡോക്യുമെന്റ് ആണ്. ആ ചന്ദ്രബാനു നമ്മളെ ചതിച്ചു. വാട്ട്? ചതിച്ചെന്നോ? അങ്ങനാണ് അവനെ കൈയോടെ പൊക്കണം. എടാ, നീ ആ ഫോണും തന്നെ, ഞാൻ സംസാരിച്ചോളാം. അളിയ, സംഗതി ചതിയ. അളിയനാണ് ഞങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്. അളിയൻ എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം, എന്നിട്ട് ആ പണം തിരിച്ചു വാങ്ങിച്ചു തരണം. ഇല്ലെങ്കിലേ അളിയന്റെ പെങ്ങളും ഞങ്ങളും എല്ലാവരും കുടുങ്ങും. അളിയ, എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാത്ത എന്റെ കുറ്റമാണോ? പിന്നെ ആ പണം പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിഷമിക്കണ്ട. അളിയനെ ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ? നിന്റെ ആംഗ്ലയും കൈയൊഴിഞ്ഞു. അവനും അവരുടെ കൂട്ടത്തിലാണോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ തമ്മിൽ വഴക്കൂടിയിട്ട് എന്താ കാര്യം? നമ്മൾ ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചിറങ്ങി. ഇനി മുങ്ങിയാലും ഒന്നിച്ച്, പൊങ്ങിയാലും ഒന്നിച്ച്. തൽക്കാലം DK അറിയാതെ എങ്ങനെ ഈ പ്രശ്നം തീർക്കാമെന്ന് ആലോചിക്കും. ചന്ദ്രഭാനു ആര് പറഞ്ഞിട്ടാ അവൻ നമ്മളെ ചതിച്ചെന്നറിയണം. കുമ്പളങ്ങ വീണത് എന്റെ കുറ്റം കൊണ്ടാ? ഏത് നേരം ബേക്കറിക്കാരി എന്ന് മന്ത്രം പോലെ ജപിച്ചോണ്ടിരിക്കുമല്ലോ. ആ ഹിറ്റ്ലറിന്റെ വെള്ളരിക്ക മോന്തയ്ക്ക് തന്നെ ആ കുമ്പളങ്ങ വീഴേണ്ടതായിരുന്നു. അല്ല, ആ കുമ്പളങ്ങ കെട്ടുന്നതിന്റെ കീഴി വന്നിക്കാൻ ഇയാളോട് ആരാ പറഞ്ഞേ?
ഏയ് ബേക്കറിക്കാരി, ആ നിന്റെ മോന്തെ ആ കുമ്പളങ്ങ ഒരുപോലെ തന്നെയാ. എന്നെ കുമ്പളങ്ങ മോന്തെന്ന് വിളിക്കുന്നില്ലേ നിങ്ങളെ ഞാന്. ഓ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്താ മാജിക് ആണോ? ആയിരിക്കും. രാക്ഷസനാണല്ലോ രാക്ഷസൻ. മായയായിട്ട് മാരീചനായിട്ടും ഒക്കെ വരും. പിന്നെ വന്നു ഇയാളെ ഇന്ന് ഞാൻ നോക്കിക്കോ. ഒന്നുകിൽ ഹിറ്റ്ലർ അല്ലെങ്കിൽ ഞാൻ. അതെ ഹിറ്റ്ലറെ, ഈ മാജിക് കാണിച്ചൊന്നും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഇനിയും വേണമെങ്കിൽ കുമ്പളങ്ങ ഞാൻ ഇയാളുടെ തലയിട്ട് തന്നെ പൊട്ടിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിപ്പിക്കാൻ മിടുക്കനാണല്ലോ നിങ്ങള്. നീ പിന്നെയും കള്ളു കുടിച്ചോ? രാവിലെ കുമ്പളങ്ങ തലയെ വീഴ്ത്തി എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ഒരാവശ്യമില്ലാതെ വഴക്കിന് വരുന്നു. മറന്നുപോയ ഒരു ഡോക്യുമെന്റ്സ് തിരിച്ചെടുക്കാൻ വന്നാ ഞാൻ, അല്ലാതെ നിന്റെ ഭ്രാന്ത് കേൾക്കാനല്ല. വഴിന്ന് മാറും. കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു.